ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Sreenistechnics. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന ഭാഗത്ത് സ്ക്വയർ ട്യൂബിൽ സ്റ്റെയർ കേസ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഈ തവണ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും സ്മാർട്ടായി ഒരു സ്റ്റെയർ കേസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നത് മാത്രമല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ വേണ്ടി വരുന്ന മെറ്റീരിയൽസ്, അതിൻ്റെ എക്സ്പെൻസ്, എങ്ങനെയാണ് സ്പീഡിൽ ഇത് ചെയ്യാൻ കഴിയുക തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ആദ്യാവസാനം വരെ കാണുക. 265 സെൻറ്റിമീറ്ററാണ് ഈ റൂമിൻ്റെ വീതി. അതിൽ ലാൻഡിങ് 90 സെൻറ്റിമീറ്റർ പോവും. ലാൻഡിങ്ങിന് മുകളിലേക്ക് 7 സ്റ്റെപ്പാണ് വരിക. ഒരു സ്റ്റെപ്പിൻ്റെ വീതി 25 സെൻറ്റിമീറ്റർ. ഇവിടെ ലാൻഡിങ്ങിൻ്റെ ഫ്രെയിമിനും സ്റ്റെയർ കേസിൻ്റെ റണ്ണറിനും 6.3 ട്യൂബാണ് എടുത്തിരിക്കുന്നത്. 4 mm തിക്നെസ് ഉള്ളത്. ലാൻഡിങ്ങിന് മുകളിലേക്ക് 7 സ്റ്റെപ്പാണ് വരിക. 7 സ്റ്റെപ്പിന് 8 റൈസ്, അതായത് 15 × 8 120 സെൻറ്റിമീറ്ററാണ് ലാൻഡിങ്ങിന് മുകളിലേക്ക് അളവ് കിട്ടുന്നത്. മുകളിലെ ഫ്ലോർ ലെവലിൽ നിന്നും 120 സെൻറ്റിമീറ്റർ താഴെയായി ലാൻഡിങ് വരുന്ന പൊസിഷൻ സ്പിരിറ്റ് ലെവലിൽ കറക്റ്റായി മാർക്ക് ചെയ്യുക. ഈ 120 സെൻറ്റിമീറ്ററിൻ്റെ മുകളിലേക്കായി 15 സെൻറ്റിമീറ്റർ റൈസും 25 സെൻറ്റിമീറ്റർ ത്രെഡും വെച്ച് 7 സ്റ്റെപ്പ് ചുമരിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്താൽ റണ്ണറിൻ്റെ പൊസിഷനും റണ്ണറിൻ്റെ കട്ടിങ് ഡിഗ്രിയും കറക്റ്റായി ചുമരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. 6.3 റെക്റ്റാങ്കുലർ ട്യൂബ് 4 mm തിക്നെസ് ഉള്ളത്. ഒരു ഫുൾ ലെങ്ത്ത് 6 മീറ്റർ 75 കിലോ ആണ് വരുന്നത്. ഈ വർക്കിന് വേണ്ടി 2 ഫുൾ ലെങ്ത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 6.3 റണ്ണർ മൊത്തം 180 കിലോ. ഈ റണ്ണറിന് മുകളിൽ സ്റ്റെപ്പിന് സപ്പോർട്ടായി വരുന്ന പീസും 6.3 തന്നെയാണ്. അതാണ് നിലവിൽ ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഓരോ സ്റ്റെപ്പിൻ്റെയും സെൻറ്ററിലായി 3:1.5 ഒരു സെക്ഷൻ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ സപ്പോർട്ട് ഡയറക്റ്റായി ഫിക്സ് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ് മെറ്റീരിയൽസ് 226 കിലോ ആണ് ഈ സ്റ്റെയർ കേസിൽ ഉപയോഗിച്ചത്. ഈ വീട്ടിലേക്ക് ആവശ്യമായി വന്ന ജനലിൻ്റെയും വാതിലിൻ്റെയും ബാലൻസ് പീസുകൾ ജോയിൻ്റ് ചെയ്താണ് സ്റ്റെപ്പിന് മുകളിൽ വിരിക്കാനുള്ള ഈ പലക റെഡിയാക്കിയത്. ലാൻഡിംഗ് ഉൾപ്പെടെ എല്ലാ സ്റ്റെപ്പിന് വേണ്ട പലകയും ഇതേപോലെ ജോയിൻ്റ് ചെയ്താണ് റെഡിയാക്കിയത്. അതുകൊണ്ട് തന്നെ പലകയ്ക്ക് കാര്യമായ ഒരു അഡീഷണൽ എക്സ്പെൻസ് വേണ്ടി വന്നിട്ടില്ല. കട്ടിങ്, അസംബ്ലിങ്, വെൽഡിങ്, ഗ്രൈൻഡിങ്, പെയിൻറ്റിങ് അങ്ങനെ എല്ലാം കൂടി 3 ദിവസം കൊണ്ടാണ് ഈ വർക്ക് തീർന്നത്. സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും കാലിന് ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടി റൂട്ടർ ഉപയോഗിച്ച് സ്റ്റെപ്പിൽ ഇതേപോലെ സ്ലോട്ട് ഇട്ടിട്ടുണ്ട്. ഈ ജോലികൾ ചെയ്തത് ഇവിടെ ഈ വീട്ടിലെ കാർപ്പൻട്രി വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരാണ്. അതിന് എത്ര ലേബർ വന്നു എന്ന് കറക്റ്റായ ഒരു കണക്ക് എൻ്റെ കയ്യിലില്ല. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുമാത്രമല്ല, ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.